ലോകത്തിലെ തന്നെ വളരെ അറിയപ്പെടുന്ന ആണവ ശാസ്ത്ര ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ബബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ദീർഘകാലം പ്രവർത്തിക്കാനാവുക. അവിടെ ഒരു ശാസ്ത്രജ്ഞൻ എന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ടൊക്കെ പ്രവർത്തിക്കാനാവുക. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം തിരിച്ച് കേരളത്തിലെത്തി പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് കരിയർ ഗൈഡൻസ് ഒരു ഉപകരണമാക്കിയെടുത്തുകൊണ്ട് ഒരു സംവിധാനം ഒരുക്കാനാവുക. വിവിധ തുറകളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിഷ്യൻസിനെയും ശാസ്ത്രജ്ഞരെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും കോർത്തിണക്കിക്കൊണ്ട് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടെ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക, അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വളരെ പ്രകടമായ മാറ്റത്തിന് നിദാനമാക്കി തീർക്കുക. ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ അത്യപാരമായിട്ടുള്ള ഒരു നേതൃത്വ ഗുണമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. ഡോക്ടർ കെ എം അബൂബക്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ അസാധാരണമായിട്ടുള്ളൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു മഹാപ്രതിഭയായിട്ടാണ്. അബൂബക്കർ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദം നൽകുന്ന, ഏറെ ആഹ്ലാദം നൽകുന്ന, ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തോടൊപ്പം ഉള്ള ഓർമ്മകൾ പങ്കുവെക്കുക എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഏറെ ആഹ്ലാദകരമായിട്ടുള്ളതാണ്. ഡോക്ടർ കെ എം അബൂബക്കർ സാറിൻ്റെ കൂടെ സിജി പ്രവർത്തകരായിട്ടുള്ളവർ, കൂടെ പ്രവർത്തിച്ച ആളുകൾ, അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ഡിജിറ്റൽ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്യമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവിധ തുറകളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് അബൂബക്കർ സാറിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ അവരുടെ ഓർമ്മകൾ ഈ പുസ്തകത്തിലൂടെ പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ വോള്യമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. സിജിയെക്കുറിച്ച ഏതൊരു വർത്തമാനവും അബൂബക്കർ സാറിലേക്ക് എത്തുക സ്വാഭാവികമാണ്. അബൂബക്കർ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എറണാകുളം ജില്ലയിലെ വൈപ്പിങ്കരയിലെ നായരമ്പലം എന്ന ചെറിയ ഗ്രാമത്തിലേക്കും എത്തും. അവിടെ കോയാലിപ്പറമ്പിൽ മൊയ്തുവിൻ്റെ മകൻ കുഞ്ഞബു പ്രീ യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു. അന്നത്തെ സാധാരണഗതിയിലുള്ള ഒരു പ്രവർത്തനം എന്ന രൂപത്തിൽ ഒരു ജോലിയാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുക. വീട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ലക്ഷ്യം വെക്കുക അങ്ങനെയാണ്. അദ്ദേഹത്തെ രാമൻകുട്ടി മേനോൻ എന്ന് പറയുന്ന ഒരു പ്രധാന അക്കൗണ്ടൻറ്റിൻ്റെ അടുക്കലേക്ക് അബൂബക്കർ സാറിൻ്റെ പിതാവ് കൊണ്ടുപോകുന്നു. ഈ കുട്ടിയുടെ മാർക്ക് കണ്ടതിന് ശേഷം രാമൻകുട്ടി മേനോൻ പറയുന്നു, ഇയാളെ തുടർ പഠനത്തിന് വിടുകയാണ്, കണക്കപ്പിള്ളയായി ഇരുത്തുകയല്ല വേണ്ടത് എന്ന് പറയുന്നു. ഒരർത്ഥത്തിൽ ആദ്യത്തെ കരിയർ ഗൈഡൻസ് അവിടെ നടക്കുകയാണ്. ഒരു സംഘടനയുടെ പ്രസക്തി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്ന്, ഓർമ്മിച്ച് ഊറ്റം കൊള്ളാൻ പാകത്തിലുള്ളൊരു ഭൂതകാലം, പ്രവർത്തനനിരതമായ ഒരു വർത്തമാനകാലം, പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവികാലം. സിജിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. 3 പതിറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആദ്യത്തെ രൂപം അബൂബക്കർ സാറിൻ്റെയാണ്. ഒരുപക്ഷെ ഇത്രയും ക്രാന്തദർശിയായി ദീർഘവീക്ഷണത്തോടുകൂടി ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഇന്ന് ഈ വേദിയിൽ അത് സഫലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പരിചയപ്പെടുന്നവരൊക്കെ തന്നെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അവരിലൊക്കെ തന്നെയും തൻ്റെ മാസ്മരികമായ പെരുമാറ്റം കൊണ്ട്, ഹൃദ്യമായ പുഞ്ചിരി കൊണ്ട്, ഏറ്റവും ലളിതമായ വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അബൂബക്കർ സാർ. അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട്, ഉണ്ടാകും, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം, വ്യക്തിത്വ ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. ആ ആദർശത്തിന് മാത്രമേ സമർപ്പിക്കുള്ളൂ. അത് അണ്ണും പോലും സെറ്റാതെ ആ ആദർശത്തിന് മാത്രം അതനുസരിച്ച് പ്രവർത്തിക്കാനൊരു ആർജവം ഏതിലും ഒഫീഷ്യലായാലും സോഷ്യൽ വർക്കായിരിക്കും. അത് പിന്നെ ചെറിയ വലുത് സാധിക്കില്ല. ഞാൻ പിന്നെ
ഒരു ചെറിയ ഒരു പാല് ഓർമ്മിക്കായിരുന്നു. മൂപ്പരെ ഇങ്ങനെ സെൻട്രൽ സ്കൂൾ BRC സെൻട്രൽ സ്കൂൾസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടി അപ്പോൾ അതിനെ പറ്റി ഇൻ്റർവ്യൂ നടത്താൻ പറ്റുക. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് മൂപ്പർക്ക് കോൾ വരുന്നു. കോൾ വരുന്നത് അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് പെട്രോമെറ്ററി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന വിക്രം സാരാഭായിയുടെ ഓഫീസിൽ നിന്നാണ് കോൾ വരുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഒരു പ്രത്യേക വ്യക്തി ഇൻ്റർവ്യൂവിന് വരുന്നത് ഒന്ന് പരിഹരിച്ചേക്കണം എന്ന് പറ്റും. അപ്പോൾ മൂപ്പരത് ആ വ്യക്തിയെ ഒരു സ്പെഷ്യൽ കമ്മിറ്റിയിൽ തന്നെ വളരെ നിഷ്പക്ഷമായിട്ട് ഇവാലുവേറ്റ് പറഞ്ഞു വിട്ടു. ആൻഡ് അപ്പോൾ ദാറ്റ് പേഴ്സൺ വാസ് സപ്പോർട്ട് ഒരു ക്വാളിറ്റി പോരാ, യോഗ്യത പോരാന്ന് റിവ്യൂസ് ചെയ്യും. ഞാൻ വേറൊരാളാണ് എന്ത് ചെയ്യും, ആ ആൾക്കിതാ ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ചെയർമാൻ്റെ ഒരു പിന്നെ പ്രീതിക്ക് വേണ്ടി ചെയ്യുകയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ആ കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ്റെ പിന്നെ അവതാരമാണ് സായിരുന്നേനെ ഞാനിപ്പോഴും വിശ്വസിക്കാറ്. ഇവിടെ സിജിയിൽ 2006 റിട്ടയർമെൻറ്റിൻ്റെ ശേഷം BSNL നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വന്നു. അപ്പോൾ സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് PGകളൊക്കെ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ സോഷ്യൽ സർവീസ് ഞാൻ ആഗ്രഹിക്കുന്നു റിട്ടയർമെൻറ്റിൻ്റെ ശേഷം. അപ്പോൾ സാറ് പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ, നിങ്ങളെപ്പോലെയുള്ളവരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ ഒരു ശിഷ്യത്വം സ്വീകരിച്ചു. ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളുടെ വേ ഓഫ് ബിഹേവിയർ എന്നെ ആകർഷിച്ചു. ആ സിൻസിയറിറ്റി എനിക്ക് വളരെ ബഹുമാനം തോന്നി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പാഷനായിരുന്നു ഇങ്ങനെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റിയിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു. എന്നെ സ്റ്റെപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാമിലാണ് നിയമിച്ചത്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക ഒരു ജീവവായു ആയിരുന്നു. ഓർഫനേജിലെ കുട്ടികളെ പരീക്ഷ നടത്തുക, അവിടെ പോയി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക, പിന്നെ സ്റ്റെപ്പിലേക്ക് കുട്ടികളെ പരീക്ഷ എഴുതി കൊണ്ടുവരിക. അങ്ങനെ എനിക്കൊരു റിട്ടയർ ചെയ്തു എന്നുള്ളൊരു ഫീൽ തന്നെ എനിക്കില്ല. ഞാനിത് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത പ്രതീതിയാണ് എനിക്കുണ്ടായത്. അവിടെ നിന്നിങ്ങോട്ട് എനിക്ക് ക്യാമ്പിലെ കോർഡിനേറ്ററായിട്ടും 24 മണിക്കൂറും ആയിട്ട് തന്നെ ഞാൻ കയറി വരുമ്പോൾ സാറ് അങ്ങോട്ട് പോവുമായിരുന്നു 5 മണിക്കൊക്കെ. സാറ് പറയും ഇനി ഇത് നിങ്ങളുടേതാണ്. അതാണ് സിജിയുടെ വ്യത്യാസം. സിജി എല്ലാവരുടെയാണ്. സാറ് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെയാണ് ഈ സർവീസ്, അതുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സാറ് അതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് നമ്മളെപ്പോലെയുള്ള ഡെഡിക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ഇവിടെ സിജിയുടെയൊക്കെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതൊരു ഓരോ സിജിയനും അത് ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അബൂബക്കർ സാർ അതിൻ്റെ എല്ലാമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ സാർ പ്രവർത്തകർ അതുപോലെയുള്ള ഒരു നേതാവിനെ കാത്തിരിക്കുകയായിരുന്നു സിജിക്ക്. സിജിയുടെ ആശയം, സിജിയുടെ വിഷണറി ആയിട്ടുള്ള ആശയം പങ്കുവെക്കുകയും അത് കൊണ്ടു നടക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നു ഡോക്ടർ KM അബൂബക്കർ. അബൂബക്കർ സാറിന് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നു. അബൂബക്കർ സാറിന് തൻ്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായി അറിയാമായിരുന്നു. കുട്ടികളോടുള്ളൊരു സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. അദ്ദേഹം വിദ്യാർത്ഥികളോടും അല്ലെങ്കിൽ അദ്ദേഹം അൽഫറൂഖിലുള്ള സമയത്ത് ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ആദ്യമായിട്ട് പിന്നെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേരിലാണ്, ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അതൊക്കെ ഒരു വലിയ പിന്നെ ആത്മീയ ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തത്. അല്ലാതെ അതിനൊന്നും എന്തെങ്കിലും പിന്നെ പ്രശസ്തിയുടെ നേട്ടമോ സാമ്പത്തിക നേട്ടമോ ഒന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയിലോ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിലോ എവിടെയും ഉണ്ടാവാത്തൊരു വ്യവസ്ഥയാണ്. നമുക്കിന്ന് കാണുന്ന ഈ മാറ്റം ഇപ്പം സിജിയന്മാരായിട്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ജാഫറുണ്ട്, നമ്മുടെ പിന്നെ ഫിനാൻസ് സെക്രട്ടറി,
ഇവിടെ കർണാടക, അതുപോലെ തന്നെ അബൂബക്കർ IAS ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിനും പുറത്തും, മുഹമ്മദ് അലി, കുറേ ആൾക്കാർ കേരളത്തിനും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ഈ സിവിൽ സർവീസിൽ തന്നെ. സിവിൽ സർവീസ് കൂടാതെ തന്നെ മറ്റ് പല മേഖലകളിലും മറ്റ് പല പ്രൊഫഷണൽ മേഖലകളിലും ഒരുപാട് ആൾക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ നിശ്ചലമാണ്, വളരെ ആത്മീയമായ ഒരു പ്രസരിപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടിട്ടുള്ളത്. ആ ഒരു അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം എന്തായാലും സ്വർഗീയ രാമത്തിൽ അദ്ദേഹത്തിന് അത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.